ഹോസ്പിറ്റലിലെ ചീഫ് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഡോക്ടർ റോജെ മുക്കടയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആമാശയ സംബന്ധമായ രോഗങ്ങളും പ്രതിവിധികളുമാണ്. നമുക്ക് സാറിനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇപ്പോൾ പൊതുവെ ആളുകളിൽ കണ്ടുവരുന്നൊരു അസുഖമാണ് നെഞ്ചെരിച്ചിൽ. ഇപ്പോൾ എനിക്കും ഇടയ്ക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നെഞ്ചെരിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. അത് നമ്മൾ എന്ത് മെഡിസിൻ അല്ലെങ്കിൽ എന്താണ് അതിന് പ്രതിവിധി? നെഞ്ചെരിച്ചിൽ വളരെ സാധാരണമായിട്ടുള്ള ഒരു കംപ്ലയിൻ്റാണ് ആൾക്കാരുടെ. ഇത് സാധാരണ ഉണ്ടാകുന്നത് ആസിഡിറ്റി, ആമാശയത്തിൽ ആസിഡ് കണ്ടൻറ്റ് കൂടി അത് നെഞ്ചിലേക്ക് തികട്ടി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ആമാശയവും അന്നനാളവും കൂടെ കൂടുന്നിടത്ത് ഒരു വാൽവ് ഉണ്ട്. ദാറ്റ് ഈസ് ഒരു ജി ജംഗ്ഷൻ എന്ന് പറയും, ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലെക്സ് ഉണ്ടാകുന്നത് ആ വാൽവിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾക്ക് അമിതവണ്ണം, ഒബേസിറ്റി, അങ്ങനെയുള്ളവർക്ക് ഈ വാൽവിൻ്റെ കുറച്ചൊരു ലാക്സിറ്റി ഉണ്ടാകും. അപ്പം ആസിഡ് മുകളിലേക്ക് കയറി വരും. അതാണ് ഒരു കാരണം. അതുപോലെ തന്നെ ഈ ഹയറ്റസ് ഹെർണിയ എന്ന് പറയും, അതായത് ആമാശയം അന്നനാളത്തിലേക്ക് കയറിയിരിക്കുന്ന ഒരു അസുഖമുണ്ട്. അങ്ങനെ വരുന്നവർക്കും ഇത് സ്ഥിരമായിട്ടുണ്ടാവാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല ടെസ്റ്റുകളുമുണ്ട്. അതിൽ ഏറ്റവും നിസ്സാരമായ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുന്നതാണ്. എൻഡോസ്കോപ്പിയിൽ നമ്മൾക്ക് ഈ വാൽവിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, ഈ ഹയറ്റസ് ഹെർണിയ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അതുപോലെ ഈ റിഫ്ലെക്സ് വന്നിട്ട് ഇവിടെ അൾസർ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ഈ അൾസർ വരുമ്പോഴാണ് നമ്മൾക്ക് ഇവിടെ ഭയങ്കര എരിച്ചിലുണ്ടാവും. അതുപോലെ തന്നെ ബാക്ക് പെയിനായിട്ടുണ്ടാകും. പല ആൾക്കാരും ബാക്ക് പെയിനായിട്ട് വരുന്നത് ഒരുപക്ഷെ ഈ റിഫ്ലെക്സ് കൊണ്ടാണ്. ചില ആൾക്കാർക്ക് വലി ഉണ്ടാവും, ആസ്മ, സം പീപ്പിൾ കം വിത്ത് ബ്രോങ്കിൽ ആസ്മ പോലെ ഉണ്ടാവും. അത് ശരിക്കും ഈ റിഫ്ലെക്സ് വന്ന് നമ്മുടെ ലങ്സിലേക്ക് ഈ ആസിഡ് കണ്ടൻസ് പോകുമ്പോൾ ആസ്മയായിട്ട് വരും. സോ ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ഇത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. അപ്പം നമ്മൾക്ക് ഇത് ചില ആൾക്കാർക്ക് ഇത് ആസിഡിറ്റി എത്ര ഉണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് അവരുടെ കംപ്ലയിൻറ്റ്സ് കേട്ട് കഴിഞ്ഞാൽ ആസിഡിറ്റി തന്നെ ആണോ എന്ന് സംശയം ഉണ്ടാകും. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ pH മെട്രി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമ്മുടെ ആമാശയത്തിലേക്ക് എത്രമാത്രം ആസിഡ് കയറി വരുന്നു എന്നുള്ളൊരു ടെസ്റ്റുണ്ട്. ഒരു ചെറിയ സാധനം ഇവിടെ വെച്ചിട്ട് നമ്മളത് ചെക്ക് ചെയ്യുന്നതാണ്. ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം 24 മണിക്കൂർ കൊണ്ട് എന്തുമാത്രം പ്രാവശ്യം ഈ രോഗിക്ക് ഈ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കാര്യമായിട്ടുണ്ടാകുന്ന ഒരാളാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇതിനെ മരുന്ന് കൊണ്ട് മാത്രം നിൽക്കില്ല. ഒരുപക്ഷെ ചിലപ്പോൾ സർജറി, കീ ഹോൾ സർജറി ഉണ്ട്, ഇത് അടയ്ക്കാനുള്ള, ഇത് ചെറുതാക്കാനുള്ള, അത് ചെയ്യേണ്ടി വരും. അപ്പം അതിനോടുകൂടി തന്നെ ഇങ്ങനെ ഉണ്ടാകുന്നവർക്ക് നമ്മൾക്ക് ഈ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ഉണ്ട്, ആമാശയത്തിൽ വരുന്ന, നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ ഒക്കെ വരുന്നതാണ്. ഇതുണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യം. കാരണം ഈ ബാക്ടീരിയ ഉണ്ടെങ്കിൽ ക്യാൻസറും അൾസറും ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ ആസിഡിറ്റി പ്രോബ്ലം ഉള്ളവർക്ക് ഈ എൻഡോസ്കോപ്പി ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു ടെസ്റ്റ് എടുക്കും. ആ ടെസ്റ്റിൽ നമുക്ക് ഈ ബാക്ടീരിയ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതിന് 2 ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അത് കംപ്ലീറ്റ് കളയാൻ പറ്റും. അപ്പോൾ ഒരാളുടെ ഭാവിയിൽ ഉണ്ടാകാൻ പറ്റുന്ന ക്യാൻസറോ അൾസറോ ഒക്കെ നമ്മൾ ആ 2 ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കളയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഈ ആസിഡിറ്റിയും കൊണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഭാവി കാലത്ത് വേറെ ക്യാൻസറോ ഈ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനത്തെ ഈ ആസിഡിറ്റി പ്രോബ്ലം ഉള്ളവർ എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കേണ്ടതാണ്. സർ, ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നത് മലത്തിൽ കൂടെ രക്തം പോകുന്നത്. അപ്പോൾ അതെന്തിൻ്റെ? മലത്തിൽ കൂടെ രക്തം പോകുന്നത് സാധാരണ പൈൽസ് എന്നുള്ള അസുഖം കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് പൈൽസ് ആവണമെന്നില്ല. അപ്പോൾ ആൾക്കാർ ഈ പൈൽസ് ആണ് എന്നുള്ള വിചാരത്തിൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകും. ഒരുപക്ഷെ അത് വൻകുടലിലൊരു ക്യാൻസർ ആവാം, അതിൻ്റെ മുകളിലൊരു ക്യാൻസർ വന്നിട്ട് അതിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം നമ്മളിത് മിസ് ചെയ്തു പോകും. അപ്പോൾ പൈൽസ് ആയിരിക്കണമെന്നില്ല ഈ പറയുന്ന കാര്യം. രണ്ടാമത്, ഇപ്പോൾ ഈ വൻകുടലിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന ചില അസുഖങ്ങളുണ്ട്, അൾസറേറ്റീവ് കൊളൈറ്റിസ് അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് എന്നിങ്ങനെ. അപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങളിൽ നമ്മൾ പൈൽസ് ആണെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, അതിന് സ്പെസിഫിക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് അതിനൊരു പക്ഷേ ഒരു കൊളനോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്ന അസുഖം വളരെ കൂടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം അതിന് ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കണ്ട് അതിൻ്റേതായ ചികിത്സ തേടേണ്ടതാണ്. ഇപ്പോൾ പൊതുവെ എല്ലാ ആളുകളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഫാറ്റി ലിവർ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അൾട്രാസൗണ്ട് ഡയഗ്നോസിസ് ആണ് ഫാറ്റി ലിവർ എന്നുള്ളത്. അത് നമ്മൾ ഇപ്പം ഇച്ചിരി വണ്ണമുള്ളവരോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ ഷുഗറോ ഉള്ളവരോ പോയി അൾട്രാസൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാറ്റി ലിവർ എന്നൊരു ഡയഗ്നോസ് കിട്ടും. പക്ഷേ അതുകൊണ്ട് നമ്മൾ അത് വലിയൊരു കാര്യമാണെന്ന് വിചാരിച്ച് തലപോയിക്കേണ്ട കാര്യമില്ല. ഒരുപാട് രോഗികൾ നമ്മൾക്ക് ഈ റിപ്പോർട്ടുമായിട്ട് വരും, ഫാറ്റി ലിവർ, എന്താ ഡോക്ടർ ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ ലിവർ പോയി പ്രശ്നമാണല്ലോ. അത് വളരെ നിസ്സാരമായ, അത്ര വലിയ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സംഗതിയാണ് ചില ആൾക്കാരിൽ, പ്രത്യേകിച്ചും മദ്യം ഉപയോഗിക്കുന്നവരിൽ.
മദ്യം ഉപയോഗിക്കുന്നവരിൽ ദി ഏർലിയസ്റ്റ് ചേഞ്ച് ഓഫ് സിറോസിസ്, അതായത് ഈ ഒരു സ്പെക്ട്രമാണിത്, അതായത് ഫാറ്റി ലിവർ മുതൽ സിറോസിസ് വരെ. അപ്പം ഈ ഫാറ്റി ലിവറാണ് ലിവർ ഡിസീസിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഫൈൻഡിങ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആണ് അടുത്ത സംഗതി ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിലേക്ക് പോകും, അത് കഴിഞ്ഞിട്ടാണ് സിറോസിസിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഈ ഫാറ്റി ലിവർ ഇമ്പോർട്ടൻസ് ഓഫ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ലിവറിനെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാവുന്നതാണ്. മദ്യം ഉപയോഗിക്കുന്ന ഒരാൾ ഈ ആൽക്കഹോൾ ഈ ഒരു സ്റ്റേജിൽ നിർത്തിക്കഴിഞ്ഞാൽ ലിവർ വിൽ ബിക്കം കംപ്ലീറ്റ്ലി നോർമൽ. അപ്പോൾ അതാണ് ഈ ഫാറ്റി ലിവറിൻ്റെ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ചില ആൾക്കാരിൽ ഈ ഫാറ്റി ലിവർ വേറെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അതായത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഈ വക ഇൻഫെക്ഷൻ കൊണ്ട് ഫാറ്റി ലിവർ ഉണ്ടാവാം. അതും ഈ അസുഖത്തിൻ്റെ ആരംഭഘട്ടങ്ങളിലാണ്. അപ്പം ഇങ്ങനെ ആരംഭഘട്ടങ്ങളിൽ ഉള്ള ഒരാൾക്ക് നമ്മൾക്ക് ചികിത്സ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നോർമലാവും. മനസ്സിലായില്ലേ? ഇപ്പം ഷുഗർ ഉള്ള ഒരാൾക്ക് ഇതുപോലെ ഫാറ്റി ലിവർ ഉണ്ടാവാം. അപ്പം ഷുഗർ നല്ലപോലെ കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ കൊളസ്ട്രോൾ ഉള്ളവർക്ക്. പക്ഷേ ഇതിലൊക്കെ സാധാരണ നമ്മുടെ നാട്ടിലിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം അമിതവണ്ണം ഉള്ളവർക്ക് ലിവറിൽ കൊഴുപ്പടിഞ്ഞു കൂടും. അപ്പം ഫാറ്റി ലിവർ ഡയഗ്നോസാണ്. അപ്പോൾ നമുക്കതിന് പല ടെസ്റ്റുകളുണ്ട് ഇത് ലിവറിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ലിവർ ഫംഗ്ഷൻ നോക്കുക എന്ന് പറഞ്ഞത്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ലിവറിൽ ഇത് നാഷ്, അതായത് നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ്, അതായത് ലിവറിലെ ഈ എൻസൈം ലെവൽ കൂടും. അങ്ങനെ ഉള്ളവരിൽ ഇതിന് ലിവർ സിറോസിസിലേക്ക് പോയിട്ടുണ്ടോ എന്നറിയാൻ വീണ്ടും നമുക്ക് ടെസ്റ്റുണ്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ലിവർ ബയോപ്സി ചെയ്തിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ MR എലാസ്റ്റോഗ്രഫി എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട്. അതായത് ലിവർ ഫാറ്റി ലിവർ ആണോ സിറോസിസിലേക്ക് പോകുന്നുണ്ടോ എന്നറിയാൻ ഈ MR എലാസ്റ്റോഗ്രഫി എന്ന് അരമണിക്കൂറിൻ്റെ ഒരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ലിവറിൻ്റെ സ്റ്റിഫ്നെസ്, ലിവർ ഹാർഡായിക്കൊണ്ടിരിക്കുകയാണോ സിറോസിസിലേക്ക് പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഫാറ്റി ലിവർ എന്ന് പറഞ്ഞിട്ട് വെറുതെ കളയാനും പറ്റില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതിനെക്കുറിച്ച് ഒരുപാട് വറിയടിക്കേണ്ട കാര്യമില്ല. കാരണം വണ്ണമുള്ളവർ നമ്മുടെ ബോഡി വെയ്റ്റ് ഇപ്പോൾ ഒരു 70 കിലോ വണ്ണമുള്ളവരാണെങ്കിൽ അതിൻ്റെ 10%, 7 കിലോ കുറച്ച് കഴിഞ്ഞാൽ ഈ ഫാറ്റി ലിവർ കുറയും, ഈ ലിവർ എൻസൈംസും കുറയും. ഇതപ്പം എക്സസൈസ് ആൻഡ് വെയ്റ്റ് റിഡക്ഷൻ, ഇതാണ് ഈ ഫാറ്റി ലിവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. വേറെ പല മരുന്നുകളൊക്കെ ഉണ്ട്, പക്ഷേ അതിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എക്സസൈസ് ആൻഡ് വെയ്റ്റ് റിഡക്ഷനാണ്. റെഗുലർ എക്സസൈസ് ചെയ്യുക, വെയ്റ്റ് റിഡക്ഷൻ. അപ്പോൾ കുറച്ച് ഡയറ്ററി മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഒരു ഡയറ്റീഷ്യനെ കണ്ട് നമ്മൾ എന്തൊക്കെ കഴിക്കണം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ അസുഖം കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചില വൈറസുകളുണ്ട്, ഈ ഹെപ്പറ്റൈറ്റിസ് CN വൈറസ്, CNB വൈറസ്. ഇതിന് വളരെ എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ഈ ആദ്യം ഈ വൈറസ് നമ്മുടെ ബോഡിയിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എങ്ങനെയാണെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള പുതിയ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾക്ക് ഈ വൈറസിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണോ എന്നൊക്കെയുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്കതിനെ വളരെ എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പം ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു വിദഗ്ധ ഡോക്ടറെ, ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ, ഹെപ്പറ്റോളജിസ്റ്റിനെ കണ്ട് അത് എന്താണെന്നുള്ളത് ചെയ്യേണ്ടതാണ്. ചില ആളുകൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വയറ്റിൽ നിന്ന് പോവുക, ഛർദ്ദിക്കുക, വയറുവേദന, അതൊക്കെ എന്തുകൊണ്ടുണ്ടാകാം? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോകുക എന്നുള്ള ഒരു ടെൻഡൻസി അത് നേച്ചേഴ്സ് ബോഡിയുടെ ഒരു ഹാബിറ്റാണ്. അതായത് ഭക്ഷണം ചെല്ലുമ്പോൾ വയറ്റിൽ നിന്ന് പോകണമെന്നൊരു ടെൻഡൻസി ഉണ്ടാകും. ദാറ്റ് ഈസ് കോൾഡ് ഗ്യാസ്ട്രോകോളിക് റിഫ്ലെക്സ്. പക്ഷേ ചില ആൾക്കാർക്ക് ഇത് വളരെ അമിതമായിട്ട്, അതായത് ചില ആൾക്കാർ യാത്ര ചെയ്യാൻ തുടങ്ങി. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പുള്ളി ഒരു ഡ്രൈവറാണ്, പക്ഷേ ഈ യാത്ര ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് പുള്ളിക്ക് ബാത്റൂമിൽ പോകുന്നു. അത് യാത്ര തുടങ്ങി 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴും പുള്ളിക്ക് ഇത് ടെൻഡൻസി. അപ്പോൾ പല പ്രാവശ്യം ഈ യാത്രയിൽ കിടക്കും. അപ്പോൾ പുള്ളി ഇങ്ങനെ കണ്ടുവയ്ക്കുകയാണ്, ബസ് ഡ്രൈവറാണ്. സോ ഹി നോസ് എവിടെയൊക്കെ ടോയ്ലറ്റ്സ് ഉണ്ട്, ഏതൊക്കെ ബസ് സ്റ്റേഷനിലുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് പുള്ളിയുടെ യാത്ര. ഒരു പ്രോബ്ലമാണ്. അത് ഈ ഇറിറ്റബിൾ ബവൽ എന്ന് പറയും. അതായത് നമ്മുടെ കുടലിൻ്റെ ചലനം കൂടുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. സാധാരണ ഇത് ഒരു ആങ്സൈറ്റി റിലേറ്റഡ് പ്രോബ്ലമാണ്. അതായത് ഈ നമ്മുടെ ഒരു മെൻ്റൽ സ്ട്രെസ് കൊണ്ടോ അല്ലെ അങ്ങനെ ഉണ്ടാകുന്ന ഒരു കുടലിൻ്റെ ചലനം വ്യത്യാസം വരും. അപ്പം കുടലിൻ്റെ ചലനം കൂടും.
കുടലിൻ്റെ ചലനം കൂടിക്കഴിഞ്ഞാൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ വയറ്റിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനോടനുബന്ധിച്ച് തന്നെ ഈ പറഞ്ഞ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകും. ഛർദിലും ആങ്സൈറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ യൂഷ്വലി ഇറ്റ്സ് ആങ്സൈറ്റി റിലേറ്റഡ് പ്രോബ്ലം. പക്ഷേ എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വയറ്റിൽ നിന്ന് പോകുന്ന ഒരാൾ വേറെ അസുഖങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിനോട് കൂടി തന്നെ ഈ കുടലിൽ വ്രണങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ നമുക്കത് ഒരു വിദഗ്ധ ഡോക്ടറുടെ ചികിത്സ ഡോക്ടറെ കണ്ടാൽ മാത്രം